Hello students, analyzing the last theorem or lemma thoroughly, we go to the new definition of uniform convergence of sequence of functions. While deriving a condition for convergence of a sequence of functions, we have said that given epsilon greater than 0, there exists a number k, natural number k, depending on both epsilon, given epsilon and the value of x, such that n greater than or equal to k implies modulus of fnx minus fx less than epsilon. fnx particular x ഉള്ള sequence of functionsന്റെ ടേംസ് ആണ്. fx അതിൻ്റെ ലിമിറ്റ് ആയിട്ട് വരാൻ പോകുന്നതാണ്. ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയിൽ നമ്മുടെ gnx equal to x raised to n തന്നെ നോക്കാം. എപ്സിലോൺ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ 1/2 താഴെ ഡിഫറൻസ് വരുന്ന gn of x ഉം ലിമിറ്റ് 1ഉം തമ്മിൽ 1ൽ നോക്കുവാണെങ്കിൽ gn of 1ഉം അവിടുത്തെ ലിമിറ്റ് 1ഉം തമ്മിൽ ഡിഫറൻസ് 1/2 താഴെ വരുന്ന സ്റ്റേജ് കണ്ടുപിടിക്കുക. ഇവിടെ എപ്പോഴും ഡിഫറൻസ് 0 അപ്പോൾ ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു 1/2 എന്ന് ഞാൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ കേസിൽ കെ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ എപ്സിലോൺ വാല്യൂ എഴുതാം. എപ്സിലോൺ 1/2 ആകുമ്പം എപ്സിലോൺ ഈക്വൽ ടു 1/2 എപ്സിലോൺ ഈക്വൽ ടു 1/2 ആകുമ്പം ആദ്യത്തെ gn of 1ൽ എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള സീക്വൻസ് ആണ്, ലിമിറ്റ് 1 ആണ്. അപ്പോൾ സീക്വൻസിൻ്റെ ടേംസിൽ ലിമിറ്റ് 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 1/2 താഴെയാകുന്നത് എപ്പോൾ തുടങ്ങിയാണ്? ആദ്യത്തെ ടേം തുടങ്ങി 1 - 1 0 ആണ്, 1/2 താഴെയാണ്. അപ്പോൾ അവിടുത്തെ കെ എന്ന് പറയുന്നത് 1 തന്നെയാണ്. എക്സ് ഈക്വൽ ടു 1/2 ഫോം ചെയ്ത സീക്വൻസ് 1/2 1/4 1/8 എന്നാവുന്നത്. അതിൻ്റെ ലിമിറ്റ് 0 ആണ്. fnx മൈനസ് f of x. അപ്പോൾ 1/2 താഴെ 0 സീക്വൻസിലെ ടേം 1/2 താഴെ 1/2 - 0 എടുക്കുമ്പോൾ അത് 1/2 ആകും. അപ്പോൾ ആദ്യത്തെ പറ്റത്തില്ല. 1/4 - 0 ആകുമ്പോൾ 0.25 ആയി 1/2 താഴെയായി. അപ്പോൾ അത് k ഈക്വൽ ടു 2 തുടങ്ങിയ ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയുള്ളൂ. അപ്പോൾ സെയിം എപ്സിലോൺ ആണ്. എപ്സിലോൺ ഈക്വൽ ടു 1/2 സെയിം ആണ് നിർത്തി. പക്ഷേ എക്സ് മാറുന്നതനുസരിച്ച് ഇത് മാറി. ഇനി എപ്സിലോൺ മാറിയാലും മാറും ഈ കേസൊക്കെ. എപ്സിലോൺ .1 എന്ന് ഞാൻ എടുക്കുക. ഇവിടെ ഒരു പ്രശ്നമില്ല, ലിമിറ്റ് 1 ആണ്. gn of 1ൻ്റെ ലിമിറ്റ് 1 ആണ്. gnൻ്റെ എല്ലാ ടേംസും 1 ആണ്. എപ്പോഴും ഡിഫറൻസ് 0. എത്ര ചെറിയ നമ്പർ വന്നാലും അതിൽ പോസിറ്റീവ് നമ്പർ അതിൽ താഴെയാണ്. അപ്പോൾ ഇവിടുത്തെ k ഈക്വൽ ടു 1 ആണ്. ഇവിടെ .1 താഴെ, .1 താഴെ എന്ന് പറഞ്ഞപ്പം 0 ഡിഫറൻസ് 1/2 - 0 1/4 - 0 0.25 1/8 - 0 1/8 എന്ന് പറയുമ്പോൾ 1/4ൻ്റെയും പകുതി 0.12. ഇതിപ്പോൾ ഇവിടെ ഒന്നും നടക്കത്തില്ല. എന്നാണേലും കെ ഗ്രേറ്റർ ദാൻ 3 കെ എവിടെയാണെന്നുള്ളത് നമുക്ക് കൃത്യം കണ്ടുപിടിക്കാം. 1/16 ആകുമ്പം 1/4 0.25 അതിൻ്റെ പകുതി 0.125 1/8 അതിൻ്റെ പകുതി 0.6 ചേർത്ത് 1/16 അതിൻ്റെ പകുതി എന്തായാലും അങ്ങ് പോവും. ഈ നമ്പർ കെ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ 2 ആണ്. ഈ 2 പോലും അല്ല കിട്ടിയേക്കുന്നത്. അപ്പോൾ എപ്സിലോൺ മാറിയതനുസരിച്ച് ഈ നമ്പർ കെ മാറി. ഇതാണ് യൂണിഫോം കൺവേർജൻസ് എന്നുള്ള ഐഡിയയിലേക്ക് നടക്കുന്നത്, നമ്മളെ നയിക്കുന്നത്. അപ്പോൾ എക്സ് മാറുന്നതനുസരിച്ച് കൺവേർജൻസ് ഇല്ലാതാകുന്നു എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാ എക്സ് വാല്യൂസിനും സീക്വൻസ് ഓഫ് ഫങ്ഷൻസിന് കൺവേർജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സാമ്പിൾ 1 ആയിട്ട് പറഞ്ഞ x/n എല്ലാ എക്സ് വാല്യൂസിനും ടെൻസ് ടു 0 x/n കൺവേർജൻസ് ഉണ്ട്. പക്ഷേ അത് ഓരോ എക്സ് എടുക്കുമ്പോഴും ഇതിൻ്റെ ഓരോ എഫ്എന്നുകളുടെയും ഓരോ സീക്വൻസ് എക്സിലെ ഓരോ എഫ്എന്നുകളുടെയും ലിമിറ്റുമായിട്ടുള്ള ഡിഫറൻസ് എവിടെ തുടങ്ങിയാണ് എപ്സിലോണിൽ താഴെയാകുന്നത് എന്നുള്ളത് എക്സിനനുസരിച്ച് മാറിയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 ആകുമ്പം കെ ഈക്വൽ ടു k1 ആണെന്ന് വിചാരിക്കുക. k1ൽ കൂടുതൽ വരുമ്പോഴൊക്കെ k1 എന്നുള്ള നാച്ചുറൽ നമ്പർ കൂടുതലാകുമ്പോഴൊക്കെ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. എക്സ് ഈക്വൽ ടു 2 ആകുമ്പം k1 അല്ല k2ൽ കൂടുതലാകുമ്പോഴൊക്കെ
ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലൊരു യൂണിഫോമിറ്റി ഇല്ല, ഡിപ്പെൻസ് ഓൺ എക്സ്. കൺവേർജൻസ് വേറെ വേറെ പോയിന്റിലേക്കായിരിക്കും, പക്ഷെ അത് എത്രാമത്തെ ടേം തുടങ്ങിയാണ് സാറ്റിസ്ഫൈ ഓരോ എപ്സിലോണിനും, ഒരു പർട്ടിക്കുലർ എപ്സിലോണിനനുസരിച്ച് എന്തായാലും ഇത് മാറും എന്നുള്ള ഉറപ്പാണ്. ഒരു പർട്ടിക്കുലർ എപ്സിലോണിന് ഏത് സ്റ്റേജ് തുടങ്ങിയാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കൺവേർജൻസ് എങ്കിൽ എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഫിക്സ് ചെയ്യുന്ന സ്റ്റേജ് എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ, എല്ലാ എക്സ് വാല്യൂസിലും ഫോം ചെയ്യുന്ന സീക്വൻസസിന് ഏത് സ്റ്റേജാണോ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്റ്റേജ് സെയിം ആണെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു യൂണിഫോം കൺവെർജൻസ്. അതാണ് യൂണിഫോം കൺവെർജൻസിൻ്റെ ഐഡിയ. അപ്പോൾ അങ്ങനത്തെ സീക്വൻസസ് ഉണ്ട്. എപ്സിലോൺ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കെ ഒരിക്കലും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യലാത്ത ഈ സ്റ്റേജ് എല്ലായിടത്തും ഒരേപോലെ വരുന്ന, ഇതിൻ്റെ അകത്തല്ല, ജി എന്നുകളുടെ കാര്യത്തിലല്ല, എക്സ് ബൈ എൻ്റെ കേസിലും അല്ല, പക്ഷേ സ്റ്റേജ് ഒരുപോലെ വരുന്ന ഫങ്ഷൻസ്, സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതാണ് യൂണിഫോം കൺവെർജൻസ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ എക്സിനും സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് കൺവേർജൻ്റ് ആകുക, അതിന് ലിമിറ്റ് ഉണ്ടാകുക എന്നുള്ളതല്ല, അത് എക്സ് ബൈ എൻ ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് യൂണിഫോം കൺവെർജൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് ഡയറക്റ്റ് ആദ്യം പോകാം. എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് യൂണിഫോം കൺവെർജൻസ് ഫോർ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്. സീക്വൻസ് ഓഫ് ഫങ്ഷൻസിൻ്റെ യൂണിഫോം കൺവെർജൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്, സീക്വൻസ് എഫ് എൻ which is defined on a subset of R real valued functions converges uniformly. യൂണിഫോം കൺവെർജൻസിനെ നമ്മൾ എഴുതാൻ പോകുന്നത്, സാധാരണ കൺവെർജൻസ് ആണെങ്കിൽ ഒരു വര, യൂണിഫോം കൺവെർജൻസ് ആണെങ്കിൽ 2 വര, പാരലായിട്ട് ഇതുപോലെ 2 ആരോ മാർക്ക്. സീക്വൻസ് എഫ് എൻ കൺവെർജസ് യൂണിഫോംലി ടു എഫ്, ഇങ്ങനെയാണ് നമ്മളതിനെ എഴുതുക. ഓൺ എ നോട്ട്, കൺവെർജൻസ് ഉള്ളിടത്തെ നമുക്ക് യൂണിഫോം കൺവെർജൻസ് ഉള്ളിടത്തൊക്കെ ഒരേ സ്റ്റേജിൽ നിന്നാണോ ഈ കാര്യം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. കൺവെർജസ് യൂണിഫോംലി ടു എഫ് ഇഫ് ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഇഫ് ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എപ്സിലോണിനനുസരിച്ച് കെ ഒക്കെ മാറുന്നതിന് നമുക്ക് തടസ്സമില്ല, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ എക്സ്. ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സസ്, മുമ്പേ നമ്മൾ പറഞ്ഞാൽ കെ എപ്സിലോൺ എക്സ് എന്ന് എഴുതി, അതില്ല, ദെയർ എക്സസ് കെ എപ്സിലോൺ, ഡിപ്പെൻഡിങ് സ്പെസിഫൈഡ് ആയിട്ട് പറയണം, ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ ബട്ട് നോട്ട് എക്സ്. എപ്സിലോൺ ഡിപ്പെൻഡ് ചെയ്യും, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് കണ്ടീഷൻസ് ഒക്കെ സെയിം, എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇങ്ങനെ ഈ നമ്പറിൽ താഴെയാകുന്ന സ്റ്റേജ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എപ്സിലോണിനനുസരിച്ച് മാറാം ഈ കെയുടെ വാല്യൂ, പക്ഷെ ഓരോ എപ്സിലോണിന് ഓരോ എക്സിലും ഫോം ചെയ്യുന്ന സീക്വൻസ് ഒരേ കെയിൽ തന്നെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആക്കും എന്നുള്ളതാണ് യൂണിഫോം കൺവെർജൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ എഫ് എൻ കൺവെർജസ് ടു എഫ് എന്ന് എഴുതാം, എഫ് എൻ ഓഫ് എക്സ് എക്സ് ചേർത്ത് എഴുതാം, എഫ് എൻ ഓഫ് എക്സ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ നോട്ട്, അങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇനി ഒരു കാര്യം ക്ലിയർ ആണ്, യൂണിഫോം കൺവെർജൻസ് ഉണ്ടെങ്കിൽ എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആരും പറയേണ്ട കാര്യമില്ല. പക്ഷേ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിഫോം കൺവെർജൻസ് ആവണമെന്ന് നിർബന്ധമില്ല. അതിനുള്ള എക്സാമ്പിൾസ് എക്സ് ബൈ എൻ കൺവെർജൻ്റ് ആണ്, അത് യൂണിഫോം കൺവെർജൻ്റ് അല്ല എന്ന് നമ്മളിപ്പോൾ തന്നെ പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയും ചോദിക്കാം. ഫൈൻ വെദർ യൂണിഫോം കൺവെർജൻസ് ഇംപ്ലൈസ് കൺവെർജൻസ് ഓർ കൺവെർജൻസ് ഇംപ്ലൈസ് യൂണിഫോം കൺവെർജൻസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് പ്രൂഫ് ഓർ കൗണ്ടർ എക്സാമ്പിൾസ്. കൺവെർജൻസ് ഇംപ്ലൈസ് യൂണിഫോം കൺവെർജൻസ് എന്നുള്ളതില്ല, അതിന് കൺവെർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എക്സ് ബൈ എൻ മതി, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ 1 മതി. ഇനി യൂണിഫോം കൺവെർജൻസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്കൊരു ലെമ്മ ഉണ്ട്. ഉണ്ടോ എന്നറിയാൻ ഇഫ് ആൻഡ് റിലീഫ് കണ്ടീഷൻ അല്ല, തെറ്റിപ്പോകുന്നതിന് ഒരു ഇഫ് ആൻഡ് റിലീഫ് കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? ലെമ്മ യൂണിഫോം കൺവെർജൻസ് തെറ്റിക്കുന്നതിനുള്ളതാണ്. സീക്വൻസ് എഫ് എൻ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ആർ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ, does not converge uniformly on a not subset of a. 2.
f from a naught to f. If and only for some epsilon naught greater than 0, there is a subsequence fnx of fn. ഈ fnകളിൽ f1, f2, f3 അതിലെ കുറച്ചെണ്ണം അതാണ് സബ്സീക്വൻസ്. ആൻഡ് സീക്വൻസ് xk ഇൻ a0. എല്ലാ പോയിന്റ്സും വേണമെന്നില്ല, a0 കുറേ പോയിന്റ്സ് xkയും such that modulus of fnk of xk minus f of xk less than epsilon naught എന്നാകുന്നതിന് പകരം തെറ്റിച്ചു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ k എലമെന്റ് ഓഫ് n. ഇതാണ് യൂണിഫോം കൺവേർജൻസ് തെറ്റിക്കാനുള്ള ലെമ്മയായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ പാർട്ടിൽ ഡസ് നോട്ട് കൺവേർജ് fn ഡസ് നോട്ട് കൺവേർജ് ടു, ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ അസംഷൻ അതാണ്, fn ഡസ് നോട്ട് കൺവേർജ് യൂണിഫോംലി. ഇതാണ് യൂണിഫോം കൺവേർജൻസ്. ഡസ് നോട്ട് എന്ന് പറയാൻ ഇങ്ങനെ, ഡസ് നോട്ട് കൺവേർജ് യൂണിഫോംലി ടു f. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ എപ്സിലോണിനും ഈ റിസൾട്ട് ശരിയായിരുന്നു. അപ്പോൾ ഡസ് നോട്ട് കൺവേർജ് എന്ന് പറയുന്നത് there exists epsilon naught violating the result of uniform convergence. Violating uniform convergence condition. Uniform convergence ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് fn of x മൈനസ് f of x ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ തെറ്റിക്കുന്ന ഒരു എപ്സിലോൺ നോട്ട് എങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ there exists epsilon naught. ഈ കണ്ടീഷൻ തെറ്റിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ എഫുകളും തെറ്റിക്കണമെന്നില്ല, കണ്ടീഷൻ എപ്സിലോൺ നോട്ടിന് തെറ്റിയാൽ മതി. അപ്പോൾ ഒരു സബ്സീക്വൻസ് ഉണ്ടായാൽ മതി. ആൻഡ് സബ്സീക്വൻസ് fnx അല്ല fnk സബ്സീക്വൻസ് fnk fnx അല്ല fnk ഓഫ് fn ആൻഡ് a sequence xk. ഏതെങ്കിലുമൊക്കെ പോയിന്റ്സിൽ ഇതിന് തെറ്റുണ്ടാവും എന്ന് പറയാനെന്നാ, അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതുന്ന മോഡുലസ് ഓഫ്, ശരിയായിരുന്നെങ്കിൽ മോഡുലസ് ഓഫ് fnx മൈനസ് f ഓഫ് x ലെസ് ദാൻ എപ്സിലോൺ എന്നായിരുന്നു ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന എഴുതുന്നത്. ഇതിപ്പോൾ ഒരു കേക്കും ശരിയാകത്തില്ല. അപ്പോൾ ഇത് മാറ്റി ഫോർ ഓൾ k എലമെന്റ് ഓഫ് n റിസൾട്ട് തെറ്റി എന്നാണ് പറയുന്നത്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ശരിയാകേണ്ട കണ്ടീഷൻ ഒരു എപ്സിലോൺ നോട്ട് തെറ്റിച്ചു. അപ്പോൾ ഫോർ ഓൾ k എലമെന്റ് ഓഫ് n തെറ്റിക്കാൻ പോവാം. തെറ്റിക്കുന്നത് fnk ഓഫ് x മൈനസ് f ഓഫ് xk fnk ഓഫ് xk മൈനസ് f ഓഫ് xk ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതിന് പകരം ഗ്രേറ്റർ ദാൻ നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ്. അപ്പോൾ അത്രയും ഓർത്താൽ മതി. എല്ലാ എപ്സിലോണും ശരിയാക്കേണ്ട ഒരു കാര്യം, ഏതോ ഒരു എപ്സിലോൺ നോട്ട് തെറ്റിച്ചു, അതുകൊണ്ടാണ് യൂണിഫോം കൺവേർജൻസ് ഇല്ലാത്തത്. യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ fn ഓഫ് x മൈനസ് f ഓഫ് x ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം, എല്ലാ എക്സിനും ശരിയാകുന്നത് പോലെ. ഇതിപ്പോൾ എല്ലാ എക്സിനും ശരിയായില്ല. അപ്പോൾ സീക്വൻസ് xk ഉണ്ട്, അത് ഏതെങ്കിലുമൊക്കെ ഫന്നുകൾക്ക് തെറ്റിച്ചാൽ മതി. അതുകൊണ്ട് സബ്സീക്വൻസ് fnkയ്ക്കും xkയ്ക്കും ഇട്ട് കണ്ടീഷൻ തെറ്റി എന്ന് എഴുതാൻ പോവാം. അപ്പോൾ ഒരു കേക്ക് പോലും കണ്ടീഷൻ ശരിയായിട്ടില്ല. ഫോർ ഓൾ k എലമെന്റ് ഓഫ് n കണ്ടീഷൻ ഈസ് വയലേറ്റഡ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി കോൺവേഴ്സ് പാർട്ട് വളരെ എളുപ്പമാണ്. കോൺവേഴ്സ് പാർട്ടിൽ എന്താ പറയുന്നത്? ഫോർ സം എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 there is a subsequence fnk of fn and a sequence xk in a naught such that fnk of xk minus xk greater than or equal to epsilon naught for all k element of n. അപ്പോൾ ഒരു എപ്സിലോൺ നോട്ടിന് ഇങ്ങനെയാണല്ലോ, fnkയും ലിമിറ്റാന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഡിഫറൻസ് എപ്സിലോൺ നോട്ടിൽ താഴ്ന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺവേഴ്സ്ലി അസ്യൂം ഹൈപ്പോതസിസ് എന്ന് പറഞ്ഞാൽ മതി. അസ്യൂം നീട്ടി എഴുതാൻ പാടാണെങ്കിൽ അസ്യൂം ഹൈപ്പോതസിസ്, കോൺവേഴ്സ് പാർട്ടിൻ്റെ ഹൈപ്പോതസിസ് ഏതാണോ അത് അസ്യൂം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അസ്യൂം ചെയ്യുമ്പം ഈ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് കിടക്കുന്ന ഒരു എപ്സിലോൺ നോട്ടിന്, അതുകൊണ്ട് സീക്വൻസ് fnന് എഫിലേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റുമോ? fn ഡസ് നോട്ട് കൺവേർജ് ടു എഫ്. കൺവേർജ് ചെയ്യുന്നേ ഇല്ല, കൺവേർജ് ചെയ്യാനേ പറ്റത്തില്ല. ഡസ് നോട്ട് കൺവേർജ് യൂണിഫോംലി ടു എഫ്. സീക്വൻസിന് കൺവേർജ് ചെയ്യാനേ പറ്റത്തില്ല. ആദ്യം അതാണ് fn ഡസ് നോട്ട് കൺവേർജ് ടു എഫ്. കൺവേർജ് ചെയ്യാത്തതിന് യൂണിഫോംലി കൺവേർജൻ്റ് ആവും. സോ fn ഡസ് നോട്ട് കൺവേർജ് യൂണിഫോംലി ടു എഫ്. കൺവേർജ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ fനും എഫും എഫ് ലിമിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഏത് എപ്സിലോൺ നോട്ട് തന്നാലും അതിൽ താഴെയാക്കാമെന്നാണ്. ഇപ്പം ഒരു എപ്സിലോൺ നോട്ടിന് താഴെയാക്കാൻ പറ്റിയില്ല. അപ്പോൾ
കൺവേർജൻസിനെ പറ്റി പോലും നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യൂണിഫോം കൺവേർജൻസും ഇല്ല. ഇത് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യാം.